അതുകൊണ്ട് പ്രാണനിലൂടെയാണ് അവായിക്കുക. ഉള്ളിൽ ശക്തി ഉണർന്ന ഒരാൾക്ക് മാത്രമേ അർച്ചകനാകാൻ അധികാരമുള്ളൂ. അതിന് ജാതി ഒരു പ്രശ്നമല്ല. തന്ത്രശാസ്ത്രത്തിൽ അതൊട്ടും വിഷയമായി പറയുന്നുമില്ല. അപ്പോൾ ഉള്ളിൽ ശക്തി ഉണർന്നയാൾ അവാഹിക്കുകയാണ്. അവാഹിച്ചു കഴിഞ്ഞിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുക. ഇജ്യ കഴിച്ചാൽ പ്രസാദം കിട്ടും. നമ്മളൊക്കെ അമ്പലത്തിൽ പോയിട്ട് കൈ ഇങ്ങനെ അങ്ങോട്ട് നീട്ടും. നമ്മുടെ കയ്യിൽ തന്ന പ്രസാദത്തെക്കാൾ കുറച്ച് കൂടുതലാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നയാളുടെ കയ്യിൽ കൊടുത്തതെങ്കിൽ ശാന്തിക്കാരൻ അന്ന് മുഴുവൻ ചീത്ത വെക്കും. കാരണം ഇത്ര കേമനായ എന്റെ കയ്യിൽ കുറച്ചും നിസ്സാരനായ അയാളുടെ കയ്യിൽ കൂടുതലും. ഇപ്പൊ പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് കയറി വരുന്ന നമ്മളെ കാണുമ്പം ശാന്തിക്കാരൻ മനസ്സിൽ പറയും, പണ്ടാരടങ്ങട്ടെ, ഇന്ന് ഇയാൾക്ക് കൂടുതൽ കൊടുക്കുന്നു. അനുഗ്രഹിച്ചിട്ടാണ് കൂടുതൽ കിട്ടുന്നത് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനാണ്. കാരണം ഈശ്വര പ്രസാദം ശാന്തിക്കാരൻ തരുന്നതല്ല, ഈശ്വരൻ തരുന്നതാണ്. അതിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കാനായിരിക്കരുത് അമ്പലത്തിൽ പോകുന്നത്. ഈശ്വരൻ എങ്ങനെ പ്രസാദിക്കുന്നുവോ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വേണം ക്ഷേത്രത്തിനകത്ത് പോകാൻ. കാരണം മനുഷ്യന് സ്വയം ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല ഈശ്വര പ്രേരണയില്ലെങ്കിൽ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഈശ്വരനാണ് ഈ സർവചരാചരങ്ങളെയും പ്രേരിപ്പിക്കുന്നത്, ഓരോന്നും ചെയ്യാനും ചെയ്യാതിരിക്കാനും. അതുകൊണ്ട് കയ്യിൽ വീഴുന്ന പ്രസാദം ഈശ്വരനാണ് തരുന്നത്, മനുഷ്യനല്ല. അതുകൊണ്ട് അവിടെ ചീത്തവിളിയൊന്നും പാടില്ല. കിട്ടുന്നത് അത് ഈശ്വര പ്രസാദമാണ്. അതൊരു ഒരു ഒരു ചെറിയ അറ്റോമിക് ലെവലിൽ കിട്ടിയാൽ മതി, ജീവിതം മുഴുവൻ മാറും. അങ്ങനെ കയ്യിൽ ചീത്ത പറഞ്ഞിട്ട് പ്രസാദം ഇട്ടു, കുറച്ച് പൂവൊക്കെ ഇട്ടു. വലത്തെ കയ്യിൽ നിന്ന് അത് ഇടത്തെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ വെച്ച് തേച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കയ്യെ വൃത്തികേടാക്കിക്കൊണ്ട് കുറച്ച് ചന്ദന ഇരിക്കുക. എന്റെ മേത്ത് തേച്ചാൽ ശരിയാവില്ല, മുമ്പിൽ നിൽക്കുന്നയാളുടെ മേത്ത് തേച്ചാൽ അടികൊള്ളും. അപ്പൊ എവിടെയാ തേക്കുക? അങ്ങനെ നോക്കിയപ്പോഴാണ് നാലമ്പലത്തില് ഈ മുഖമണ്ഡപത്തില് തൂണൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ചുമരും വെറുതെ ഇരിക്കുക. അവിടെ അങ്ങ് വെച്ച് തേച്ചു. ചില കമ്മിറ്റിക്കാർ നല്ലോണം വെച്ച് തേച്ചോട്ടെ എന്ന് വെച്ച് ആണി അടിച്ചൊരു കണ്ണാടിയും വെച്ച് തരും തേച്ചോളാൻ. അപ്പൊ ഇരിഞ്ഞാലക്കുടയെന്ന് വന്നതാ ഞാൻ. മുറുക്കുന്നത് ശീലമുണ്ട്. വെറ്റിലേലും ഞരമ്പ് കളഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചുണ്ണാമ്പെടുക്കാൻ മറന്നുപോയിന്ന്. സദസ്സിനോട് ചോദിച്ചു, കുറച്ച് ചുണ്ണാമ്പ് തരാമോ എന്ന്. ബാംഗ്ലൂരുകാരായ മലയാളികളെ കുറിച്ച് മോശം പറയരുതല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ ചുണ്ണാമ്പ് തന്നു. എനിക്ക് ആവശ്യമുള്ള ചുണ്ണാമ്പ് തന്നിട്ട് ബാക്കി വന്നത് തന്നയാളുടെ മുഖത്ത് തേച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഇരിക്കും. ആവശ്യത്തിൽ കവിഞ്ഞ പ്രസാദം ക്ഷേത്രത്തിനകത്ത് വെച്ച് തേച്ചാൽ, ക്ഷേത്രത്തിനകത്ത് വെറുതെ ഇരിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നുന്ന തൂണിലും ചുമരിലുമെല്ലാം പ്രതിഷ്ഠാ നവീകരണാദി കലശങ്ങൾ നടത്തുമ്പോൾ പ്രത്യേക ദേവതാ സാന്നിധ്യമുണ്ട്. അവിടെയൊക്കെ പൂജയും പതിവുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് നമുക്കാവശ്യമില്ലാത്തത് വെച്ച് തേക്കാൻ പാടില്ല. അതിനുള്ള സ്ഥലമല്ല ക്ഷേത്രം. ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി ഇടണം. അത് വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിലും വെക്കാൻ പാടില്ല. കാരണം പൂജാമുറിയിൽ ക്ഷേത്രത്തിലെ പ്രസാദം വെച്ചാൽ ക്ഷേത്രത്തിലെ പ്രസാദം നിർമാല്യമാണ്, പൂജാമുറി അശുദ്ധാവും. അപ്പോൾ അത് ആവശ്യമുള്ളതേ എടുക്കണ്ടു, ബാക്കി ആരും ചവിട്ടാത്തിടത്തിടുക. കയ്യിൽ തീർത്ഥം വീണാൽ ഒന്നുകിൽ കൈയുടെ ഈ അറ്റത്തുള്ള ഓവുചാലിലൂടെ എച്ചിലാവാതെ കഴിക്കണം, അല്ലെങ്കിൽ കൈ തിരിച്ചു പിടിച്ചിട്ട് എച്ചിലാവാതെ കഴിക്കണം. ചുണ്ടുമുട്ടിച്ച് കഴിച്ചാൽ കൈ അശുദ്ധമാകും. കൈ അശുദ്ധമായാൽ ശരീരം അശുദ്ധമാകും. ഈ കൈകൊണ്ട് വേറെ എവിടെ തൊട്ടാലും ക്ഷേത്രം അശുദ്ധമാകും. ക്ഷേത്രം അശുദ്ധമാക്കാൻ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട് എച്ചിലാക്കാതെ കുടിക്കണം. ചന്ദനം വലത് കൈയിൽ നിന്ന് ഇടത്തെ കൈയിലേക്ക് മാറ്റി മോതിര വിരലുകൾ കൊണ്ട് ഉത്തമാംഗമായ ശിരസ്, നെറ്റി, കഴുത്ത്, വക്ഷസ്, തോളുകള്, നാഭി തുടങ്ങിയ സ്ഥലത്ത് തേച്ച് ബാക്കി ഉണ്ടെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയിടണം. തന്ന പ്രസാദം കയ്യിലെടുത്ത് പൂവ് ഒന്ന് മണക്കണം. കാരണം ശ്വാസത്തിലൂടെയാണ് ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ചു വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഉദ്വസനമില്ല, ആവാഹന മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രപീഠത്തിൽ നിന്നെടുക്കുന്ന ആ പൂവിൽ ഈശ്വരന്റെ ചൈതന്യമുണ്ടാകും. അത് ശ്വാസമാർഗേണ ആവാഹിച്ചതായതുകൊണ്ട് ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. ഓരോ പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴും നമ്മുടെ ഉള്ളിലെ ചൈതന്യം വർദ്ധിച്ചിട്ടുണ്ടാകും, ക്ഷേത്രത്തിൽ കുറഞ്ഞിട്ടുമുണ്ടാകും. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിത്യപൂജകൾ, ഉത്സവാദികൾ, നവീകരണാദികൾ നടത്തുന്നത്. മെയിന്റനൻസ് ആണത്. പൂവ് മണത്തതിന് ശേഷം കുറച്ച് പൂവ് ഉത്തമാംഗമായ ശിരസിൽ വയ്ക്കാം. ബാക്കി പൂവ് ചെവിയിൽ തിരികുകയാണ് നമ്മൾ പതിവ്. അതിന് എക്സ്പ്ലനേഷൻ പറയുന്നത് ചെവിക്കിടയിൽ നല്ല സ്ഥലമുണ്ട്, അതുകൊണ്ട് വെക്കുകയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ മൂക്കി വെക്കുന്നതല്ലേ നല്ലത്? മൂക്കിൽ അതിലും കൂടുതൽ സ്പേസ് ഇല്ലേ?
അപ്പൊ സ്പേസ് അല്ല അത് നിശ്ചയിക്കുന്നത്, പിന്നെന്താ? ആകാശത്തിന്റെ പ്രതീകമാണ് പുഷ്പം, ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം, ശബ്ദം കേൾക്കാനുള്ള ഉപകരണമാണ് കാത്. അപ്പോൾ ഇവിടെ ഞാൻ പൂവ് വെക്കുമ്പോൾ അറിയാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ഇന്ന് ഞാൻ കേൾക്കുന്നതെല്ലാം നന്നായിരിക്കണേ. അമ്പലത്തിൽ പോയി തൊഴുതു വന്നതിന് ശേഷം നിത്യജീവിതത്തിൽ വിഹരിക്കുന്ന എന്നെ ക്ഷോഭിപ്പിക്കുന്ന ഒരു വിവരവും ഉണ്ടാകരുതേ. ഭഗവാനെ, എന്റെ ജീവിതം സമാധാനപൂർണമായിരിക്കാൻ ഇന്ന് ഞാൻ കേൾക്കുന്ന വാർത്തകളെല്ലാം സമാധാനത്തിന്റെ ആയിരിക്കട്ടെ. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ആ പ്രാർത്ഥന കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ആരും ചവിട്ടാത്തടത്ത് കൊണ്ടുവിടണം. ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രം മഹർഷീശ്വരന്മാര് ഈ ചെറിയ ക്രിയയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തിൽ ആവശ്യമുള്ളത് മാത്രം ഈശ്വരപ്രസാദമെന്നോണം എടുത്തുകൊള്ളുക. അതിൽ കൂടുതൽ എന്തെങ്കിലും കയ്യിൽ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത്, വേറെ ആരും ഉപയോഗിക്കാത്തിടത്ത്, നശിപ്പിക്കാത്തിടത്ത് അത് കൊണ്ടുപോയിടുക. അത് റീസൈക്കിൾ ചെയ്തുകൊള്ളും. ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രം ഒരു ചെറിയ ക്രിയയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളത് ഇതുവരെ പഠിച്ചിട്ടില്ല. എന്റെ തലമുറ, എന്റെ മക്കളുടെ തലമുറ, അവരുടെ മക്കളുടെ തലമുറ, അവരുടെ മക്കളുടെ തലമുറ, 10ാമത്തെ തലമുറയ്ക്ക് പോലും സുഖമായി ജീവിക്കാനുള്ള വകുപ്പ് കണ്ടുപിടിക്കുന്ന ഞാൻ ഉള്ളൂര് പാടിയതുപോലെ പാടേണ്ടി വരും. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അപ്പൊ വലിയൊരു സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ ആ സാമ്പത്തിക ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഭൂമി സസ്യശ്യാമള കോമളയായിട്ട് നിലനിൽക്കും. പാരിസ്ഥിതിക സംരക്ഷണമൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഒരു സംരക്ഷണവും വേണ്ട, എല്ലാം ഇൻടാക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ആ ഒടുങ്ങാത്ത ദുരയാണ് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നത്, വേറെയൊന്നുമല്ല. മനുഷ്യന്റെ സ്വാർത്ഥത കാരണമാണ് ഭൂമി ഭാരം താങ്ങാൻ വയ്യാതെയായിത്തീരുന്നത്. എത്രയെത്രയോ സംരംഭങ്ങളിൽ, ആധ്യാത്മിക ജീവിതത്തിൽ എത്രയെത്രയോ ഘട്ടങ്ങളിൽ മഹർഷീശ്വരന്മാര് നമ്മളോട് പറയാതെ പറയുന്നു ജീവിതം എങ്ങനെ നയിക്കണം എന്ന്. ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെന്താ ചെയ്യുക? അവര് ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. ഭഗവാന്മാരും മഹർഷിമാരും തള്ളിക്കളയുന്നതിന് മുമ്പ്, അതിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഭൂമിയെ തള്ളിക്കളയുന്നതിന് മുമ്പ് നമുക്ക് അവര് പറഞ്ഞു തന്നത്, അവര് നമ്മളോട് പറഞ്ഞു തന്നതൊന്ന് കാതോർത്തെങ്കിലും കേൾക്കാം. പ്രസാദ സ്വീകരണം, ഇതാണ് ഇജ്യ. ആ പ്രസാദമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഈ 3 അഭിഗമന, ഉപാദാന, ഇജ്യകള് ക്ഷേത്രത്തിൽ പോയി വന്നുകൊണ്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറച്ചു കാലം വിധിയാകും വണ്ണം, ഇതിലും കുറെ കൂടി അഡീഷൻസ് ഉണ്ട്, പക്ഷെ സമയ ദൗർലഭ്യം കൊണ്ട് മുഴുവനിലേക്ക് കടന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാവുന്നതാണ്. ഈ 3 ലോക്കലൈസ്ഡ് സ്പേസിൽ നടക്കുന്ന ആരാധനയാണ്. ഒരു സെൻട്രലൈസ്ഡ് പ്ലേസ് ഉണ്ട്, അത് ഈശ്വരന്റെ സ്ഥാനമാണ്. അവിടെ ഞാൻ അഭിഗമനം നടത്തുന്നു, ഉപാദാനം നടത്തുന്നു, ഇജ്യ ചെയ്യുന്നു. ഇങ്ങനെ കുറച്ചു കാലം ലോക്കലൈസ്ഡ് സ്പേസിൽ വിധിയാകും വണ്ണം പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രിയകളുടെ ഗുണം കാരണം എന്റെ ബുദ്ധികോശങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ഞാൻ 4ാമത്തെ തലത്തിലേക്ക് ഉണരുകയും ചെയ്യും. എനിക്ക് ചില സംശയങ്ങൾ വരാൻ തുടങ്ങും. അയ്യപ്പസ്വാമിയെ തന്നെ എടുക്കാം. ഞാൻ എന്നും അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട്. കുറച്ചു കാലം തൊഴുതു കഴിയുമ്പം എനിക്കൊരു സംശയം, ഇങ്ങേര് വീഴാതിരിക്കാനാണോ ഈ തുണി അരെ കെട്ടി വെച്ചിരിക്കണത്? കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് മൂക്കുപൊടി വലിക്കാൻ വേണ്ടിയിട്ട് മൂക്കുപൊടി എടുത്തപ്പം ആരെങ്കിലും സ്റ്റില്ലടിച്ചതാണോ? സംശയങ്ങളുണ്ടാകാം, യാതൊരു കുഴപ്പമില്ല. എന്ത് സംശയം ഉണ്ടാവാം മാത്രമല്ല, ഈ സംശയങ്ങൾ അയ്യപ്പനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് മറ്റുള്ളവരെ നമുക്കെതിരെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. കാരണം നാളെ നമ്മളോട് ആരെയോടെങ്കിലും ഇത് മറ്റുള്ളവർ പറഞ്ഞാൽ അതിന് ഉത്തരം നമുക്കുണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു മാത്രമല്ല, അച്ഛന്റെയും അമ്മയുടെയും കാര്യം കേട്ടാൽ മഹാവിചിത്രാണ്. അമ്മ മഹാവിഷ്ണു, അച്ഛൻ പരമശിവൻ, കേൾക്കാൻ കൊള്ളില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത് അദ്ദേഹം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്കും സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ ഉണ്ടാകുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷെ മഹർഷീശ്വരന്മാരുടെ സങ്കല്പമാണെന്നും അതിന് ഉദാത്തമായ വിശദീകരണമുണ്ട് എന്ന് മനസ്സിലാക്കിയവരുമായ നമ്മള് അതിനെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് മുമ്പൊന്ന് പഠിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ അരപ്പട്ട കെട്ടിയിരിക്കുന്ന ഈശ്വരന്മാരുടെ പൊരുൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ ഒരു ഈശ്വരനല്ല, 3 പേരുണ്ട്. യോഗ ദക്ഷിണാമൂർത്തി, യോഗ നരസിംഹം, അയ്യപ്പസ്വാമി ശാസ്താവ്, 3 പേര്. ഇവര് 3 പേരും ഇങ്ങനെ ഒരു തുണിക്കഷ്ണം വെച്ച് കെട്ടിയിട്ടുണ്ട്. യോഗ ദക്ഷിണാമൂർത്തിയും യോഗ നരസിംഹവും എനിക്ക് ആവശ്യത്തിന് ക്ലൂ തന്നു. യോഗശാസ്ത്രത്തിലാണ് ഞാൻ അത് അന്വേഷിക്കേണ്ടത്. യോഗശാസ്ത്രത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അരപ്പട്ടയല്ല, ഇതിന് യോഗപട്ടാസനം എന്നാണ് പേര്.
ദീർഘകാലം തപസ്സിലിരിക്കുവാൻ വേണ്ടി പഴയകാലത്തെ മഹർഷീശ്വരന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ഈ തുണിക്കഷ്ണം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തപശ്ചര്യ കൊണ്ടല്ല നമ്മൾ ഗുരുക്കന്മാരെ നിശ്ചയിക്കുന്നത്, ഫ്ലക്സ് ബോർഡുകളുടെ എണ്ണം കൊണ്ടാണ്. ആർക്കാണോ കൂടുതൽ പരസ്യമുള്ളത് ആ ആളാണ് ശക്തിയുള്ള ഗുരു. ഇപ്പൊ തപസ്സിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഈ പട്ടാസനം ആവശ്യമില്ലാത്തത് കൊണ്ട് അത് ലോപിച്ചുപോയി. ഇന്ന് അതിന്റെ ഉപയോഗം കാണാനില്ല. അത് ആവശ്യമില്ലെന്ന്. ആ തുണി ഇന്ന് ഫ്ലക്സ് ആക്കി മാറ്റി നമ്മൾ. അപ്പൊ ഗുരുക്കന്മാരുടെ ശക്തിയുടെ ഊക്കും മാറി. ഇവരങ്ങനെയല്ല, ദീർഘകാലം തപസ്സിലാണ് ഇരിക്കുക. ആ ദീർഘകാലം തപസ്സിലിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ പൊരുളന്വേഷിക്കുന്നത് യോഗശാസ്ത്രത്തിലായിരിക്കണം. നമുക്കതിന്റെ ക്ലൂ കിട്ടി. നമ്മൾ ഇനി യോഗശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസം ഇടാനാഡിയിലൂടെ പോകുന്നു, അതിനെ വിഷ്ണു എന്നും. പുറത്തേക്ക് വിടുന്ന ശ്വാസം പിംഗളാനാഡിയിലൂടെ പോകുന്നു, അതിനെ ശിവൻ എന്നും വിളിക്കുന്നു.